ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2025 മാർച്ച് 21 വെള്ളിയാഴ്ച രാവിലെ 10-ന് പള്ളിപ്പുറം ശ്മശാനം പരിസരത്ത് കണ്ടൽ പച്ചത്തുരുത്ത് സൃഷ്ടിക്കൽ ചടങ്ങ് നടന്നു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബോധ ഷാജി സ്വാഗതം പറഞ്ഞു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സാജിദ് അധ്യക്ഷത വഹിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി തോമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് മെമ്പർമാരായ EK ജയൻ, ശാന്തിനി പ്രസാദ്, അഗസ്റ്റിൻ മണ്ടോത്ത്, വാർഡ് മെമ്പർമാരായ ആശാ ദേവദാസ്, ഉഷ സോമൻ, പരിസ്ഥിതി പ്രവർത്തകൻ മുരുകേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലോറൻസ് അന്റോണിയ അൽമേഡ നന്ദിയും പറഞ്ഞു. പച്ചത്തുരുത്ത് സൃഷ്ടിക്കൽ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കണ്ടൽ നടൽ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന സെക്ഷൻ ആരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടന സെക്ഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ KS സാജിദ് അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ കണ്ടൽ പച്ചത്തുരുത്ത് സൃഷ്ടിക്കൽ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, മറ്റു വേദിയിലെ സദസ്സിലുള്ളവർ, നമ്മൾ ഈ പദ്ധതിയായിട്ട് ഒരു വർഷത്തോളമായി നമ്മളിത് ചെയ്യണമെന്നും പറഞ്ഞ് അവസാന നിമിഷത്തിലാണ് നമ്മളിതിൻ്റെ നടപടികളിലേക്ക് പോകുന്നത്. ഒരു സുനാമി വരുമ്പോഴും കടൽ കയറുമ്പോഴും എപ്പോഴും ഈ കരയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വക പച്ചത്തുരുത്തുകളാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ കരയെ രക്ഷിക്കണം എന്നുള്ളത് കരുതി തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് KS സാജിദിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കണ്ടൽ പച്ചത്തുരുത്ത് സൃഷ്ടിക്കൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമനാണ്. പ്രസിഡന്റിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ ഇവിടെയുണ്ട്. രമണി അജയനെയും ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പിന്നെ നമ്മുടെ ഏറ്റവും മുരുകേശനാണ് ഇതിൻ്റെ ചാർജ് മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നത്. മുരുകേശൻ, BDO, നമ്മുടെ ഉദ്യോഗസ്ഥർ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നൽകുന്ന ഒരു പരിപാടിയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷമൊന്നുമല്ല, നമ്മൾ ഈ കണ്ടൽ നടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ പദ്ധതി വെച്ചിട്ട് പല വർഷങ്ങളായി. എനിക്ക് ആദ്യം തന്നെ ഈ പരിപാടിക്ക് നന്ദി പറയേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട ആളുകളെയാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി BDO. കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടൽ പച്ചത്തുരുത്ത് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വെച്ച്, അതിന് മുമ്പത്തെ വർഷം വെച്ച്, പക്ഷെ ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഉദ്യോഗസ്ഥന്മാര് ജനപ്രതിനിധികളോടൊപ്പം നിന്നാൽ മാത്രമേ നമുക്ക് പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ തീർച്ചയായും BDOന്റെ പ്രൊജക്റ്റാണത്. അതുകൊണ്ട് BDO ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ആദ്യം അഭിനന്ദിക്കും. രണ്ടാമത് ഇത് നടണമെങ്കിൽ സ്ഥലം കണ്ടെത്താന്ന് പറയുന്ന വലിയ പ്രശ്നമാണ്. നിസ്സാര കാര്യമൊന്നുമല്ല. അത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എത്രയോ ദിവസങ്ങളായി ചർച്ച ചെയ്ത് അപ്പോഴാണ് നമ്മുടെ ശാന്തിനി മെമ്പർ, പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി ചേച്ചി, ഇവിടുത്തെ വാർഡ് മെമ്പർമാരായിട്ടുള്ള ആശയും ഉൾപ്പെടെയുള്ളവർ അതിനൊരു സ്ഥലം ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഒരു പ്രയാസവുമില്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അനുവാദം നൽകിയ ഇവരെ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. പിന്നെ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഭരണസമിതിക്ക് അധികം നാളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ തുടങ്ങി വെച്ച അല്ലെങ്കിൽ ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികൾ മാറ്റാൻ കഴിയാത്ത രൂപത്തിലാണ് ഞങ്ങളുടെ ഓരോ പദ്ധതികളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ പരിപാടികളും ഒന്നിനൊന്ന് മികച്ചതായിട്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിയുന്നുണ്ട്. അതിൽ ജനങ്ങളുടെ പിന്തുണ, ഉദ്യോഗസ്ഥരുടെ പിന്തുണ, മറ്റ് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പിന്തുണ. കണ്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു തെറ്റായൊരു ധാരണയുണ്ട്. കണ്ടൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ CRZ നിയമം വരും. അതൊക്കെ മാറി. CRZ ഇപ്പോൾ കണ്ടൽ സോണിന് 91-ന് മുമ്പ് കണ്ടൽ ഉണ്ടെങ്കിൽ അത് CRZന്റെ പരിധിയിൽ വരും. 91-ന് മുമ്പ്. ഇപ്പം ഇനിയിപ്പോൾ നമ്മളിവിടെ കണ്ടൽ വെട്ടെന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടലുണ്ടായെന്നും പറഞ്ഞിട്ടോ ഒരു CRZ പ്രശ്നവും വരില്ല. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ സാധാരണ ജനങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ജനപ്രതിനിധികളും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ്. പിന്നെ ഉള്ളൊരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൽ കൊണ്ട് ഒട്ടേറെ ഗുണങ്ങൾ നമ്മുടെ ഇതുണ്ട്. ഞാൻ പൊക്കാളി കൃഷി ചെയ്ത ആളാണ്, ചെമ്മീൻ കെട്ട് എടുത്തിരുന്ന ആളാണ്.
തീർച്ചയായും മത്സ്യകൃഷിക്ക് അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് കണ്ടൽ. വികസനം എന്ന് പറയുന്നത് എപ്പോഴും പരിസ്ഥിതിക്ക് അനുയോജ്യവും പ്രകൃതിക്ക് അനുകൂലവുമായിരിക്കണം. ഇപ്പൊ തീരത്തിനൊരു ജൈവവലയം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പദ്ധതി കൊണ്ടുവന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ നമ്മുടെ കുഴിപ്പള്ളി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ പടിഞ്ഞാറ് കടൽഭിത്തിക്ക് അപ്പുറത്തായിട്ട് ഒരു വലയമുണ്ട്, ജൈവ വലയമുണ്ട്. നമ്മുടെ കാറ്റാടി മരങ്ങള്, കണ്ടല്, നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് നട്ട കണ്ടലുണ്ട്. പിന്നെ അവിടെ തെങ്ങിൻ തൈ നട്ടിട്ടുണ്ട്, ഫലവൃക്ഷ തൈകൾ നട്ടിട്ടുണ്ട്. അപ്പൊ ഈ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ വലിയ രൂപത്തിൽ ഈ നമ്മുടെ തീരം സംരക്ഷിക്കാൻ സഹായകരമാകുന്നുണ്ട് എന്നുള്ളതാണ്. പാറയൊക്കെ പൊട്ടിച്ച് നമ്മൾ കരിങ്കല്ലൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ നമ്മുടെ കിഴക്കൻ മേഖലയിൽ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉരുൾപൊട്ടലൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നത് ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ തീർച്ചയായും കേരളത്തിൽ നിന്ന് പാറ പൊട്ടിച്ച് കൊണ്ടുവരാന്ന് പറയുന്നത് നാട്ടിന്റെ ഇനിയുള്ള നിലനിൽപ്പിന് തന്നെ വലിയ ദോഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തമിഴ്നാട് പോലുള്ള വലിയ കൂടുതൽ സ്ഥലങ്ങളുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാത്രമേ ഇനി കരിങ്കല്ലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ വികസനത്തിന്റെ പേരിൽ ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെട്ടില്ല എങ്കിൽ നമ്മൾ സ്വയം കുഴി തോണ്ടുന്നതിനും ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് ഇടയാണ്. തീർച്ചയായും നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്ഥലം കണ്ടെത്തി പുഴവാരത്ത് 3-ാം വാർഡും 4-ാം വാർഡുമായിട്ട് അവിടുത്തെ മെമ്പർമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അവിടെയും നടും. അങ്ങനെ 1000 കണ്ടൽ തൈകളാണ് നമ്മളിപ്പോൾ ഒരു തുടക്കമെന്ന നിലയിൽ നടുന്നത്. ഇത് നടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഒരു പ്രൊജക്ട് എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. ഒരു തൈ നടുന്നതിന് എത്ര രൂപയാണ് വേണ്ടി വരിക, തൈയുടെ വില എന്നൊക്കെ ഉള്ളത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത്, അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു തൈ നടുന്നതിന് ഇത്ര രൂപയാകുമെന്ന് പറഞ്ഞു. ഞാൻ ആ എത്ര രൂപയാകുമെന്നുള്ളത് ഇവിടെ പറയണില്ല. മറ്റൊരാൾ നമ്മളെ ഇതിൽ സഹായിച്ചത് അദ്ദേഹം ഈ മുരുകേശനാണ്. കണ്ടൽ മുരുകേശൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ സർക്കാർ ഒരു തൈ നടുന്നതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞത് ഞാൻ പറയൂലെന്ന് പറഞ്ഞല്ല, അതിനേക്കാൾ വലിയ കുറവ് തുകക്കാണ്. അതാണ് പ്രകൃതിയോടുള്ള ഒരു സ്നേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കാണിക്കുന്നത്. അദ്ദേഹം അതിനേക്കാൾ വലിയ കുറവ് തുകക്കാണ് ഈ കണ്ടൽ ഇവിടെ നടുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുരുകേശൻ ചേട്ടനെയും വളരെ സ്നേഹത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. പിന്നെ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള അസിസ്റ്റന്റ് മണ്ടൂത്ത്, അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഷിബു, ഷെന്നി, എല്ലാവരെയും ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. തീർച്ചയായും നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ വിജയിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും വളരെ സ്നേഹത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങ് പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ ഈ എന്താണ് ഒരു പദ്ധതി എന്നുള്ള രൂപത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കാഴ്ചപ്പാട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രൊജക്റ്റാണിത് ഈ കണ്ടൽ പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. അതിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വളരെ സന്തോഷപൂർവ്വം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി. ബ്ലോക്ക് പഞ്ചായത്ത് അധികാരത്തിൽ ഏറിയിട്ട് 5ാമത്തെ വർഷം പിന്നിടുമ്പോൾ നമ്മൾ 2022, 23, 24 എല്ലാ ആ പദ്ധതി കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ തീരത്തെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യവും പ്രകൃതിയെ ചേർത്ത് നിർത്തുക, പ്രകൃതിയെ മനുഷ്യരായിട്ട് ചേർത്ത് നിർത്തുക എന്നുള്ള ലക്ഷ്യവും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കണ്ടൽ പച്ചത്തുരുത്ത് എന്നുള്ള നിലയിൽ മാത്രമല്ല, കണ്ടൽ മാത്രമല്ല പച്ചത്തുരുത്തുകൾ നമ്മുടെ വൈപ്പിൻകരയിൽ ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. കാരണം വേറൊന്നുമല്ല, 4 വശവും വെള്ളത്താൽ നമ്മൾ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. നേരത്തെയൊക്കെ കടലിൽ നിന്ന് വെള്ളം കയറുന്നു എന്നുള്ളൊരു പരാതിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 4 വശത്തുനിന്നും വെള്ളം കയറുന്നില്ല. എവിടെ ഏത് കാലഘട്ടം എന്നുള്ളത് നോക്കാതെ തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും ഈ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളുടെ മനുഷ്യർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഇപ്പോൾ പ്രകൃതി നമ്മളോടൊപ്പം വരുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ കാണണം. അതിൻ്റെ ഭാഗമായിട്ട് എന്നും പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഈ പ്രകൃതിയെയും കൂടെ നമ്മുടെ കൈകളിൽ സുരക്ഷിതമാക്കിയാൽ മാത്രമേ പ്രകൃതി നമ്മളോടൊപ്പം ചേരുകയുള്ളൂ. ആ ഒരു ലക്ഷ്യമാണ് നമുക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും സെക്രട്ടറി കഴിഞ്ഞ കാലങ്ങളത്രയും ഞങ്ങൾ ഈ കണ്ടൽ മുരുകേശൻ്റെ ഉണ്ട് എന്നുള്ളതറിയാം. പക്ഷേ കണ്ടൽ എങ്ങനെ എവിടെ സ്ഥാപിക്കണം എന്നുള്ളൊരു
പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിശാലമായി എന്ന് പറഞ്ഞാൽ ഞാനിവരോട് എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ഈ കായലുകൾ മുഴുവനും കണ്ടൽ നടുക എന്നുള്ളതല്ല, കുറച്ചിടങ്ങളിൽ അതിമനോഹരമായി ടൂറിസ്റ്റുകൾക്ക് ആകർഷിക്കുന്ന രീതിയിൽ മത്സ്യങ്ങളും ചെമ്മനും അതിനും ഒരു ഭക്ഷണമാകുന്ന രീതിയിൽ, എന്നാൽ നമ്മൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ എല്ലാം നമ്മളൊരു കാഴ്ചപ്പാടിൽ നമുക്ക് മലയാള അക്ഷരങ്ങളെ തന്നെ ചേർത്തിണക്കി ഓരോ പ്രദേശം, ഇപ്പോൾ ഒരു കാ ആണെങ്കിൽ കാ എന്നുള്ളത് അതെങ്ങനെ നടണമെന്ന് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം മുളയിൽ ഇത് പൊങ്ങിപ്പോകുമെന്നൊക്കെയാണ് വിദഗ്ധരായ ആൾക്കാർ പറഞ്ഞത്. വെറുതെ നട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങി പോകും. അത് പണ്ട് തുടങ്ങി നമ്മൾ കാണുന്നതാണ്. ഇതിങ്ങനെ പോയി എവിടെയെങ്കിലും കുത്തി നിന്നിട്ടാണ് ഈ കണ്ടലുകളൊക്കെ വന്നത് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മുളയിൽ ചെളി നിറച്ചിട്ട് അത് വെള്ളത്തിൽ താഴ്ത്തണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ മലയാള അക്ഷരങ്ങളെ കൊണ്ട് എല്ലായിടത്തും അല്ല, കുറച്ച് സ്ഥലങ്ങളിൽ അത് വളർന്നു വരുമ്പോഴാണ്, ഇടുമ്പോൾ ആരും അറിയൂല. പക്ഷേ നമ്മളെല്ലാം പോയി കഴിഞ്ഞ് നമ്മുടെ തലമുറ വരുമ്പോൾ എങ്കിലും നല്ലൊരു മനോഹരമായൊരു കാഴ്ച ആയിരിക്കും എന്നുള്ളൊരു ലക്ഷ്യം നമുക്കുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് ഏതായാലും ഈ 5 മാസം കൂടെ ഉള്ളു. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂവണിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സെക്രട്ടറി ഇതിൽ നമ്മൾ ചോദിക്കുമ്പോൾ സ്ഥലം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ 2 സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഒന്ന് പള്ളിപ്പുറം പഞ്ചായത്താണ്, അത് ഇവരെ സഹായിച്ച് ഈ മെമ്പർമാരോട് പറഞ്ഞപ്പോൾ തന്നെ അവർ ഓക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ആ 2 പഞ്ചായത്തുകളിൽ നമ്മൾ ഈ പദ്ധതി, ഈ വർഷത്തെ പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള മുഴുവൻ പേരെയും ഇതിനെ സഹായിച്ചിട്ടുള്ള മുഴുവൻ പേരെയും വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്, നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. നന്ദി. ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട മുരുകേശൻ, തൊഴിലുറപ്പ് തൊഴിലാളികളെ, മറ്റു ബ്ലോക്കിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ജോയിൻറ്റ് വീഡിയോ അടക്കമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ സന്തോഷകരമായ ദിവസമാണ് ഇന്ന്. ചിലപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് സമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് നല്ല വെയിലിവിടെ വരുമ്പോൾ തന്നെ ഈ ഒരു കണ്ടലിൻ്റെ തണലാണ് നമുക്ക് ആകെ ഇവിടെ ഉള്ളത്. അതോടൊപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ഫോറസ്റ്റുകാർ കൊണ്ടുവന്ന് കണ്ടൽ തുരുത്ത് വെച്ചതാണ്. നല്ല ഭംഗിയായിട്ട് അത് പിടിച്ച് വരുന്നുണ്ട്. അതിനിടയിലുള്ള പുല്ലുകളാണ് അവിടെ ഉണങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ സ്ഥലം ഒരു ഹാപ്പിനെസ് പാർക്കിന് വേണ്ടി മാറ്റി വെച്ച സ്ഥലമായതുകൊണ്ടാണ് നമുക്കൊരു സംശയം തോന്നിയത് ഇവിടെ നടാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. ഈ ഉദ്ദേശിച്ച പോലെ നമുക്ക് ഈ കായലിൻ്റെ ചുറ്റിനും ഈ ശ്മശാനത്തിൻ്റെ ചുറ്റിനും നമുക്ക് നട്ടു വരുമ്പോൾ ഈ വെള്ളം കയറലിലും വെള്ളം ഇതിടിഞ്ഞ് പോലെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റും. ഈ ഒരു ദിവസം തെരഞ്ഞെടുത്തതിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു. ലോക വനദിനമാണ്. ഇന്ന് ലോക വനദിനത്തിൻ്റെ അന്ന് ഈ ഒരു പരിപാടി തെരഞ്ഞെടുത്ത വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും എല്ലാം പള്ളിപ്പുറം പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഈ കണ്ടലിൻ്റെ മഹത്വം ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. കണ്ടൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ സുനാമി അടക്കം വരുന്നത് തടയാനുള്ള ഒരു ശക്തി കണ്ടലിനുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ സുനാമി വരുന്നതിനേക്കാളും ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഈ വെള്ളക്കയറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനെല്ലാം നമുക്ക് വെള്ളം കയറാതിരിക്കാൻ ഇതൊരു നല്ലൊരു മാർഗമാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മളെ പ്ലാനറ്റ് എർത്ത് എന്ന NGO സംഘടന നമ്മുടെ കിഴക്ക് നിന്ന് ഇവിടം വരെയുള്ള കണ്ടലിൽ അവർ നട്ടിട്ടുണ്ട്. ഈ അപ്പുറത്തെ സൈഡിൽ മൊത്തം അവർ നട്ടിട്ടുണ്ട്. നമുക്കവിടെ ചെറായി ബീച്ചിലും കുറേ സ്ഥലത്ത് നമുക്ക് അവർ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലെല്ലാം അവർ നട്ടിട്ടുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ പ്രസിഡന്റോട് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ അടുത്ത തലമുറ ഇതെല്ലാം ആസ്വദിച്ചും അവർ നട്ടവരെ ഓർമ്മിച്ചും മുന്നോട്ട് പോട്ടെ. അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും പ്രവർത്തനങ്ങളോട് നടത്തുന്നത്. ഒരിക്കൽ കൂടി ഇവിടുത്തെ ചേർന്ന മുഴുവൻ പേരെയും പള്ളിപ്പുറം പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട്, വെയിലാണ് എല്ലാവരും ഓടി രക്ഷപ്പെടുന്ന ഒരിതിലാണ്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കണ്ടൽ പച്ചത്തുരുത്ത് സൃഷ്ടിക്കൽ എന്ന പദ്ധതി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റോട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ കുറേ പദ്ധതികൾ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗം ബൂട്ട് വിതരണം നടത്തി. അതോടനുബന്ധിച്ച് തന്നെ ഈ അടുത്ത ദിവസം തന്നെ ഹരിതകർമ്മ സേനകൾക്ക്
അവരുടെ റെയിൻ കോട്ട്, ഓവർകോട്ട്, ഗ്ലൗസ്, അങ്ങനെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്ന താമസം, അത് വന്നു കഴിയുമ്പോൾ ആ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെണ്ട നമ്മൾ വിതരണം നടത്തി. കുറേ അതനുസരിച്ച് പിന്നെ അടുത്ത് തന്നെ ലോജിസ്റ്റിക്കിൻ്റെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നല്ല പദ്ധതികൾ ഈ വർഷം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു.